ഹേയ് ഗൈസ്, ഞാൻ 30 മുട്ടയായിട്ട് ഇവിടെ വന്നേക്കുന്നു. പുള്ളപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ മുട്ട കൊടുക്കാൻ പോവാ. 5 പുള്ളപ്പ് ചെയ്താൽ 1 മുട്ട. നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോയി നോക്കാം. പുള്ളപ്പ് ചെയ്യുന്നുണ്ടോ? മുട്ട തരാം. 5 പുള്ളപ്പ് ചെയ്താൽ 1 മുട്ട വെച്ച് തരും. ഓക്കെ ആണോ? എല്ലാവരും ഉണ്ടല്ലോ? ബാ, ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഫുള്ള് ഹാങ് ആയിട്ട് കിടക്കുക, 0. എന്നിട്ട് ചിഹ്നം ഇതിൻ്റെ മുകളിൽ പോവുക. മനസ്സിലായല്ലോ? എന്നിട്ട് പിന്നെ 0-ലോട്ട് വരിക. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 5 എണ്ണം അടിച്ചാൽ 1 മുട്ട വെച്ച് തരും. അപ്പോൾ നിങ്ങൾ 10 എണ്ണം അടിക്കണ 2 മുട്ട തരും, 20 എണ്ണം അടിക്കണ 4 മുട്ട തരും, 30 എണ്ണം അടിക്കണ 6 മുട്ട തരും. അപ്പോൾ മാക്സിമം മുട്ട വെച്ചിട്ട് നോക്കോ. എത്ര അടിക്കാൻ പറ്റും? 10 എണ്ണം മാക്സിമം ട്രൈ ചെയ്യണേ. ഓക്കെ, 1. അങ്ങനെ 10 എണ്ണം അടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കയറിയിട്ട് ഇയാളെ നോക്കുമ്പോൾ ചെസ്റ്റ് ബാറിൽ അടിക്കുന്നു. ഇയാളുടെ അടിയുണ്ടപ്പോൾ ഞാനോർത്ത് എൻ്റെ മുട്ട എല്ലാം വാങ്ങിച്ചോണ്ട് പോകുന്നു. 10 5 എണ്ണം കൂടി അടിച്ചാൽ 3 മുട്ടയും കൊണ്ട് പോവാം. പക്ഷെ അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഒരു 10 എണ്ണം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരെയും പോലെ തളരാൻ തുടങ്ങി. 5 എണ്ണം കൂടി അടിച്ചാൽ 4 എണ്ണം കൊണ്ടുപോവാം. 5 എണ്ണം കൂടി അടിച്ചാൽ 4 എണ്ണം കൂടി കൊണ്ടുപോവാം. മാക്സിമം ട്രൈ ചെയ്യും. ആവശ്യത്തിലധികം ഉത്സാഹം കൊടുത്ത് ഞാൻ അയാളൊരു 10-16 എണ്ണം അടുപ്പിച്ച്. 17. ഇയാളിവിടെ നിൽക്കുന്നോ? എത്ര അടിക്കാൻ പറ്റും? ഇതുവരെ അടിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആണോ? നോക്കാം. പുള്ളിക്കാരൻ ആദ്യമായിട്ട് ചെയ്യുന്നോണ്ടാണ് ഫുൾ ഇറങ്ങുന്നില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണെന്ന്. ഈ കൈ ഫുള്ള് നേരെ ആകുന്നവരെ വന്ന ഇതുപോലെ വന്ന 7. ഇയാളെ നമ്മുടെ ജിമ്മിലൊരു ആശാനാണ്. എത്ര അടിക്കോ? ഇത് ഒരു 10 എണ്ണം 15 എണ്ണം അടി നോക്കാം. ഇവനെല്ലാം ഞാൻ ജിമ്മിൽ വരുമ്പോഴേ ജിമ്മിലെ അടവുകളെല്ലാം പയറ്റി തെളിഞ്ഞ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 20 എണ്ണം അടിപ്പിക്കാന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷെ താടി മോളിൽ പോകുന്ന എലമെന്റ് വന്ന കാരണം കുറച്ച് ടഫായിരുന്നു. 5 എണ്ണം കൂടി അടിച്ചാ താടി 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 ട്രൈ ചെയ്. 12 എണ്ണം അല്ലേ? പണ്ടോട്ടേ പുള്ള പഠിക്കുന്നതാണ് ജോലെ. എത്ര അടിക്കുന്നതാണ്? എത്ര അടിക്കുന്ന ജോലിന്റെ ഉദ്ദേശം? 1. ഫുൾ ഇറങ്ങണം പുല്ലേ. 2 എണ്ണം കൂടിയാണ്. എന്തായാലും 2 എണ്ണം കൂടി. നിനക്ക് എത്ര എണ്ണം പറ്റും? 10 എണ്ണോ? 1 2. ഇവന്മാരെല്ലാം തുടങ്ങുമ്പോൾ ഇതുപോലെ 10 എണ്ണം എന്നൊക്കെ പറയും. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞ ആദ്യത്തെ 2-3 റെപ്സ് കാണുമ്പോൾ നമ്മൾ ഓർക്ക് ഒരു 10-30 എണ്ണം അടിച്ചു കളയും. താടി മോളിൽ പോണേ. ഒരെണ്ണം കൂടി അടിച്ചാൽ 2 വട്ടം കൂടി കൊണ്ടുപോവാ. താടിയുടെ കാര്യം പറഞ്ഞപ്പോൾ വീണെടുത്തുനിന്ന് പിന്നെയും താടി മുട്ടിക്കാൻ നോക്കണം. അങ്ങനെ ഒരെണ്ണം കൂടി അടിച്ചാൽ മുട്ട കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ എത്ര വലിച്ചിട്ടും അത് പൊക്കാൻ പറ്റിയില്ലെന്ന്. എനിക്ക് എത്ര പറ്റുമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. മാക്സിമം 10 നോക്കാം. ഒരു 15 നോക്ക്. ഈ ചേട്ടന് അമിതമായിട്ട് ഞാൻ കുറെ ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ താടി മോളിൽ പോകുന്ന പാട്. കുഴപ്പമില്ല മാൻ. ഇവരൊക്കെ ഇന്നലെ പ്രിപ്പയർഡ് ആയിട്ട് വന്ന ടീംസാണ്. ഇന്നലെ റെസ്റ്റ് ആയിരുന്നു. എത്ര അടിക്കുന്നതാണ് ഉദ്ദേശം? മാക്സിമം 10. ഒരു 15 എണ്ണം അടിക്കണേ. ചില ആൾക്കാർക്ക് താടി മുകളിൽ പോകാൻ പാടുള്ള പോലെ പുള്ളിക്കാരനെ ഫുൾ ഇറങ്ങാനായിട്ടായിരുന്നു പാട്. അങ്ങനെ ഒരു 5 എണ്ണം ക്ലീൻ ആയിട്ട് അടിച്ചു കേട്ടോ. 6. താടി മുകളിൽ പോണേ. അത് നോക്കണേ. അതെന്താണോ? പുള്ളിക്കാരൻ 6 എണ്ണം അടിച്ചപ്പോൾ തന്നെ മതിയായെന്ന് തോന്നുന്നു. എത്ര അടിക്കുമെന്നാണ് എൻ്റെ ഉദ്ദേശം? ഒരു കണക്ക് പറയണേ. ബൈസൊക്കെ കളിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ പ്രതീക്ഷയില്ല. നോക്കാം. എന്നാലും ഒരു കണക്ക് പറയുന്നത് ഒരു 8 എണ്ണം മാക്സിമം. 8 എണ്ണോ? താൻ ഇതിൽ കൂടുതലൊക്കെ അടിക്കുന്നതാണല്ലോ. ട്രൈ ചെയ്യാൻ ഞാൻ വിചാരിച്ച മച്ചാൻ നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളപ്പോഴേക്കും പാടുപെടുന്നു. പക്ഷെ ചൂട്ട് പോലെ അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. താടി കിട്ടിയേ. 2 എണ്ണം കൂടി അടിച്ച. ഇതെന്താണ് ഇത് പ്രിപ്പയർഡ് ആയിട്ട് വന്നേക്കണേ? 8 എണ്ണം അടിക്കാത്. 5 എണ്ണോ? ബൈസ് ഇപ്പം കളിച്ചിട്ട് ഇവരുടെ ബൈസെപ്പ് വർക്കൗട്ട് നടക്കാൻ ഞാൻ കൊണ്ടുവന്ന് ഇതിന് പിടിച്ചു നിർത്തിയത്. അപ്പൊ ഞാനോർത്ത് ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുന്നു. പക്ഷെ അവനോട് അടിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അവനെല്ലാം കൺട്രോൾഡ് ആയിട്ട് അടിക്കുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു 10 എണ്ണം എന്തോ അടിച്ചെന്ന് തോന്നുന്നു. എന്നാ ഞാനും കൂടി അടിച്ച് കംപ്ലീറ്റ് ചെയ്തേക്കട്ടെ. ഞാൻ പിന്നെ ഇടയ്ക്ക് പുള്ളപ്പ് ചെയ്യുന്ന കാരണം പിന്നെ ഒരു മത്സരമായത് കാരണം ഒരു അഡ്രിനലിൻ റഷ് ഒക്കെ വന്നിട്ട് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് കടിക്കാൻ പറ്റി. എന്നാലും ഒരു 10-15 എണ്ണം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈയെല്ലാം നല്ലപോലെ ഫാറ്റിക് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ വിട്ടുകൊടുത്തൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു 20 എണ്ണമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം തളർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും പുളഞ്ഞാണേലും ഞാൻ ആ താടി എൻ്റെ മുകളിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 25 എണ്ണമെങ്കിലും അടിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ 22 എണ്ണം ആയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന്. പുള്ളപ്പ് ചെയ്ത് ഇന്നത്തെ മുട്ട പോരാതെ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണല്ലോ ഉള്ളത് നമുക്ക് കൊടുത്തു തീർക്കാം.
ഉറപ്പാണ്. മറ്റേ കൗണ്ട് ചെയ്യേണ്ടി വരുമല്ലോ. ഇവന്മാരാണ് പ്രിപ്പയർഡ് ആയിട്ട് വന്ന ടീംസ്. നിങ്ങൾ 26. അല്ലേ എത്ര അടിച്ചു? നീ 10 അടിച്ചില്ലേടാ? 8 അടിച്ചു. ജിമ്മ് തുടങ്ങിയപ്പോഴുള്ള ആൾക്കാരാണ് ഇവരൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന ഓർത്ത, പക്ഷേ നടന്നില്ലെന്ന് തോന്നുന്നു അല്ലേ. ബാക്കി ഇത്രയും മുട്ട ഉണ്ട്. ഇതിനിപ്പോ ഞാൻ കൊണ്ടുപോകേണ്ടി വരും.